ഞാൻ പറഞ്ഞില്ല, ഞാൻ നിന്നോട് ഇന്ന് എന്തോ പറഞ്ഞത്, ഞാൻ വെറുതെ പോലും കണ്ടില്ലല്ലോ അങ്ങനെ പറയാന്. പറഞ്ഞു പോലും ഞാൻ പറഞ്ഞില്ല. പറയാത്ത കാര്യം എന്തിനാ പറഞ്ഞെന്ന് പറയുന്നത്? ഞാൻ അവിടെ ഇവിടെ ചെറിയ പിടിപ്പിച്ചില്ലല്ലോ. പിന്നെ പിന്നെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? എന്തിനങ്ങനെ പറഞ്ഞ? ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞില്ല. നിനക്ക് ഇന്ന് പഠിത്തമില്ല കൊണ്ട് ഇന്ന് ഇല്ലയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ പിന്നെ ഉച്ചയ്ക്ക് എങ്ങാണ്ട് ക്ലാസ്സേ ഉള്ളൂ ഇത് പറഞ്ഞു വെച്ചു. അല്ല ഞാനെന്ത് പറഞ്ഞു നിന്നോട്? ഞാനൊരു അക്ഷരം നിന്നോടല്ല പറഞ്ഞിട്ടില്ല. എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലെന്ന്. പറയാത്ത കാര്യം എന്തിനാ വെറുതെ പറയുന്നത്? അങ്ങനെ എന്തിനാ? അതുകൊണ്ട് പിന്നെ ചെറിയ പിടിക്കുമ്പോൾ എന്തെങ്കിലും പോവാന്ന്. അല്ല എന്തായാലും ഉച്ചകൂടെ ഇങ്ങനെ പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയുന്നത്. ഹലോ, എന്തോ അമ്മ ഇവരൊക്കെ? ഇവർക്ക് വല്ല ഭ്രാന്തും വല്ലതും ഉണ്ടോ അമ്മേ? ഞാൻ സുഖം കണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു, 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു പഠിത്തമില്ലയോ? അദ്ദേഹം പറയുന്നു ഏതാണ്ട് ഒരു പരിപാടി അവരുടെ സ്കൂളുണ്ട് 3 മണിക്ക് എങ്ങാണ്ട, അതിന് പോകണം, മറ്റാർക്കും പോകണ്ട. ഇത്രയും പറഞ്ഞ് വെക്കുകയും ചെയ്തു. രാജമ്മയുടെ കാര്യം, രാജമ്മയെ വിളിക്കാൻ ചോദിക്കാൻ പറഞ്ഞില്ല. രാജമ്മയെ എന്താണെന്ന് ആർക്കും അറിയാം. അത് തന്നെയല്ല, അവരൊക്കെ എന്തിനാ നമ്മുടെ പേരുടെ ചെതലിന്റെ കാര്യം പറയാം? നമ്മൾ രണ്ടുപേരും ഇല്ലേ ചെതലിൽ നോക്കാൻ? എന്തിനാ ഇനി അവിടെ ഈ പറഞ്ഞ് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതാ പറഞ്ഞത്, നമ്മുടെ പെരയുടെ കാര്യം നമ്മൾ നോക്കും. അല്ലാതെ തോന്നിയപ്പം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇതങ്ങ് എടുത്തിട്ട് എന്തോ അങ്ങ് കെട്ടിയടക്കുന്നതാണ് നല്ലത്. ആ കഥ ഇങ്ങനെ എടുത്തിട്ട് കെട്ടിയടക്കുന്നതാണ് നല്ലത്.